വെച്ചവരെ അയാം ഗെയിം എന്ന നമ്മളെ ദുൽഖർ സൽമാൻ നായകനായിട്ട് വരുന്ന മൂവിയുടെ ട്രെയിലർ 2 ദിവസമായി വെയിറ്റ് ചെയ്യുന്നു. ഇന്നലെ വരുമെന്ന് പറഞ്ഞ് വരുന്നില്ല, അങ്ങനെയായിട്ട് കളിപ്പിക്കുന്നോർത്ത് ഇന്ന് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് ദുൽഖർ സൽമാന്റെ പേജിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് റിയാക്ട് ചെയ്ത് നോക്കാം. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതവും. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിനും. ഇവിടെ ചിലർ വാഴുമ്പോൾ ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് വരെ തോൽക്കുന്നവരാരും തിരിച്ചറിയാത്തൊരു രഹസ്യമുണ്ട്. ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്, അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. ദിസ് ഇസ് പ്യോർ ആൽഗോരിതം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുതൽ മൾട്ടി മില്യനേഴ്സ് അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സാണ്. ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്, ബട്ട് സ്പോർട്സ് ബെറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓരോ ടീമിനും ഓരോ പാറ്റേൺ ഉണ്ട്. സംഭവം കഥയുടെ പശ്ചാത്തലം തന്നെ നമ്മൾ ബെറ്റിംഗ് ആണ്. ഈ അയാം ഗെയിം എന്ന് കേട്ടപ്പോ ഞാൻ സ്പോർട്സുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവി ആയിരിക്കും എന്ന് പറയുന്നത് വെച്ചാൽ അങ്ങനെയല്ല. അപ്പൊ ഇപ്പൊ അതിനൊരു ക്ലാരിറ്റി അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ the game is easily predictable. വെറുതെ അല്ല, അതിന്റെ ഡയറക്ടറിന്റെ പടമാണല്ലോ അടുത്ത. I'm chaos in a tailored suit. Get up! Fuck! What the fuck are you all looking at? Fuck you too! I'm luck's worst habit. നമുക്കാകെ ഫസ്റ്റ് ബാറ്റിംഗ്, ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ, ഫൈനൽ വിന്നിംഗ്. Doctor, I need your help. ജാൻ, പ്ലീസ് സ്റ്റോപ്പ്. ഞാൻ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് എ പേഷ്യന്റ്. I'm the ghost at the table. I'm the last card they never saw. Loser! 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 Psychiatric cope, you think I'm mad? Bra! I'm that emotional fool. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. Never give up. I'm gonna settle everyone. Cheers. ரொம்ப போட்டு கன்ஃபியூஸ் பண்ணிக்காத. திஸ் இஸ் ஜஸ்ட் a freaking entertainment. ஏண்டா மயக்கம் வருதா? ഒരു രക്ഷയില്ലട്ടാ. അയ്യോ, ഒരെണ്ണം ഓക്കെ. ഇനി ഖലീഫ, അതൊരു മാസന്റെ ടീം പശ്ചാത്തലാണ് വന്നത്. ഒരു ഗെയിമിനെ ബേസ് ചെയ്ത് എനിക്കങ്ങനെ ബെറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നണം എന്റെ കഥ പശ്ചാത്തലത്തിൽ മൊത്തത്തിൽ കാണിക്കണത്. എന്റർടൈനർ ആയാൽ മതി, കഥ പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മള് തിയേറ്റർ എക്സ്പീരിയൻസ് ആ ഒരു എന്റർടൈനർ പാക്ക് പടം കൂടിയാണെങ്കിൽ സംഭവം വൈബായിരിക്കും. എനിക്ക് അന്ന് കണ്ടിട്ട് അങ്ങനെ തോന്നണം പടം. ഇനി 20-ാം തീയതി അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ.